friends, welcome to SULUZ DIARIES. I am Ashmi Sultana. In this video, we will Phalanopsis Orchid care. Phalanopsis Orchid is a simple indoor plant. And the back hang Phalanopsis Orchid. Very flower orchids Phalanopsis Orchid. Now, flowering season If you video our channel, please consider to subscribe. Subscribe to side bell button enable cheyga. Ingil മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ഫെനലോപ്സിസ് ഓർക്കിഡ് ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 6 മാസം വരെ ഇത് കൊഴിയാതെ ഇതേപോലെ തന്നെ നിൽക്കും. ഈ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോറിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യാം. 6 മാസത്തോളം ആ ഫ്ലവർ അങ്ങനെ തന്നെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. കറക്റ്റായിട്ട് നമ്മൾ പെസ്റ്റിസൈഡുകൾ കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇത് ഫെനലോപ്സിസ് ഗ്രോവേഴ്സിനുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ്. ഡെൻഡ്രോബിയം ഓർക്കിഡുകളിൽ നിന്നും വളരെ വ്യത്യസ്തപ്പെട്ട സംരക്ഷണ രീതിയും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഫെനലോപ്സിസ് ഓർക്കിഡിൻ്റേത്. ഡെൻഡ്രോബിയം ഓർക്കിഡിനെ അപേക്ഷിച്ച് വില കൂടുതലുള്ള ഓർക്കിഡാണ് ഫെനലോപ്സിസ് ഓർക്കിഡുകൾ. ഫെനലോപ്സിസ് ഓർക്കിഡിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിന് ഒട്ടും തന്നെ സൺലൈറ്റ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അടിക്കുന്ന ആ ദിവസം തന്നെ നമ്മുടെ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. ഇതിൻ്റെ ലീഫ് മുഴുവനായിട്ട് പൊള്ളിപ്പോവും. നമ്മുടെ സ്കിന്നിന് എങ്ങനെയാണ് പൊള്ളുന്നത് അതേ രീതിയിൽ തന്നെ ഇതിൻ്റെ ലീഫുകൾ പൊള്ളിയിട്ട് ആ പ്ലാന്റ് ഫുള്ള് ബേണായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻഡോറിൽ വെക്കാൻ നല്ല ബെസ്റ്റാണ്. പക്ഷേ ഇതിന് അത്യാവശ്യം ടെമ്പറേച്ചർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ മാത്രമേ ഈ പ്ലാന്റ് ബേൺ ആയി പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ഷെയ്ഡിലും അതുപോലെ ഇൻഡോറിലും ഒക്കെ വളർത്താം. നല്ല രീതിയിൽ വെട്ടമുള്ള സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. ഒരുപാട് ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കുവാണെങ്കിൽ ഇത് ഫ്ലവർ ചെയ്യത്തുമില്ല. ഫെനലോപ്സിസ് ഓർക്കിഡുകൾക്ക് എപ്പോഴും ഇഷ്ടം പോളി ഹൗസ് പോലെയുള്ള സ്ഥലങ്ങളിൽ വളരാനാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് അതിജീവിക്കത്തുള്ളൂ. ഡെൻഡ്രോബിയം ഓർക്കിഡിനെ പോലെ തന്നെ ഫെനലോപ്സിസ് ഓർക്കിഡിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട്. ഒരുപാട് വെറൈറ്റി കളേഴ്സും മിനിയേച്ചറും അതുപോലെ ലീഫിൽ തന്നെ പല ഷെയ്ഡുകൾ വരുന്ന ഫെനലോപ്സിസ് പ്ലാന്റുകളുണ്ട്. അതുപോലെ ഫ്ലവറുകൾ നല്ല സ്മെല്ലുള്ള ഫ്ലവറുകളുള്ള പ്ലാന്റുകളും ഉണ്ട്. ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് നല്ല റേറ്റും ആവുന്നത്. ഇത് ഒരു പ്ലാന്റ് മെച്യൂർ ആവണമെങ്കിൽ 1 വർഷമൊക്കെ എന്തായാലും മിനിമം എടുക്കും. അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യാനായിട്ട് നല്ല ടൈം എടുക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പെട്ടെന്നൊന്നും നശിച്ചു പോകത്തുമില്ല, പെട്ടെന്ന് രോഗങ്ങളൊന്നും ഉണ്ടാവത്തുമില്ല. നന്നായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ടെമ്പറേച്ചറും സൺലൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ തന്നെ നിന്ന് നന്നായിട്ട് വളരുന്ന പ്ലാന്റ് ആണ്. ഇപ്പോൾ നമ്മുടെ പ്ലാന്റിലൊക്കെ ഫ്ലവറിങ് ടൈം ആയിട്ടേ ഉള്ളൂ. എല്ലാത്തിലും സ്പൈക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാത്തിലും നിറയെ പൂക്കളും കാണും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് ഫെർട്ടിലൈസറും ഫംഗിസൈഡുകളും ഒക്കെ കൊടുത്ത് കറക്റ്റ് ഒരു ടെമ്പറേച്ചറിൽ നിർത്താമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളർന്നു വരുന്ന സ്പൈക്കുകൾക്ക് നല്ല നീളവും അതുപോലെ വിരിയുന്ന ഫ്ലവറിന് നല്ല വലിപ്പവും നല്ല കളറുള്ള ഫ്ലവറുകളും ലഭിക്കുന്നതായിരിക്കും. നന്നായിട്ട് ഫെർട്ടിലൈസേഴ്സ് കൊടുത്ത് നിർത്തുവാണെങ്കിൽ. എപ്പോഴും കെമിക്കൽ ഫെർട്ടിലൈസറുകൾ മാത്രം കൊടുക്കുന്നത് അത്ര നല്ലതല്ല. എങ്കിലും ഈ മഴക്കാലത്ത് നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മഴക്കാലത്ത് ജൈവവളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ ടൈമിൽ കെമിക്കൽ ഫെർട്ടിലൈസറുകൾ തന്നെ കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫംഗിസൈഡുകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഫംഗിസൈഡുകളുടെയും ഫെർട്ടിലൈസേഴ്സിൻ്റെയും ഒക്കെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് അത് കണ്ടതിന് ശേഷം ഫെർട്ടിലൈസറുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഫെനലോപ്സിസ് ഓർക്കിഡിൻ്റെ ലീഫ് വളരെ ഫ്ലഷിയാണ്. അതുപോലെ തന്നെ ഇത് വളരെ അടുക്കിയാണ് അതിങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഒരു കാരണവശാലും ഫെനലോപ്സിസ് ഓർക്കിഡുകളുടെ ലീഫിൽ വെള്ളം ഒഴിക്കരുത്. ഒരുപാട് പൊടിയൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ജസ്റ്റ് തുടച്ചു കൊടുക്കുക മാത്രം ചെയ്യുക. നമ്മുടെ വേരിൽ മാത്രം എപ്പോഴും വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇടഭാഗങ്ങളിൽ വെള്ളം നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് അതൊന്ന് കെയർ ചെയ്താൽ മാത്രം മതി. അല്ലാതെ വേറെ രോഗങ്ങളൊന്നും അധികം ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് നാൾ മുമ്പ് ഈ ഒരു പ്ലാന്റ് ജസ്റ്റ് ഒന്ന് വെയിൽ തട്ടിയത് കാരണം ഈ ഒരു ഭാഗത്ത് ഒരു റൗണ്ട് ഉണ്ട്. അത് പൊള്ളിയതാണ്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം ഡെഡ് ആയിപ്പോയിട്ട് ജസ്റ്റ് ഒന്ന് യെല്ലോയിഷ് ആയിട്ടുണ്ട്. സാധാരണ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാനത് വെയിൽ കൊള്ളിച്ചത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളയാത്തത്. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് 2 ദിവസം കൊണ്ടൊക്കെയാണ് ഇതുപോലെ റൗണ്ട് വന്നിട്ട് യെല്ലോ ഷെയ്ഡൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ ലീഫ് കറക്റ്റായിട്ട് മുറിച്ച് കളഞ്ഞിട്ട് ഫംഗിസൈഡുകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്ലാന്റും അതുപോലെ തന്നെ വീക്കാവും. ഈ ഒരു ലീഫ് ഏകദേശം ഒരു 3 മാസത്തിൽ കൂടുതലായിട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളയാത്തത്. ഇപ്പോൾ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് യാതൊരുവിധ ഇൻഫെക്ഷനുകളും ഈ പ്ലാന്റിനില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സുകളാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിളക്കമൊക്കെ ഉള്ള നല്ല ലീഫുകളാണ്.
ഇടയ്ക്ക് നമ്മൾ ഇതിനകത്തുള്ള പൊടികളൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കളയണം, ഇല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാവും പൊടികൾ ഒരുപാട് അടിഞ്ഞിരുന്നാൽ. അതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടിഷ്യൂ അല്ലെങ്കിൽ ടവൽ എന്തെങ്കിലും അസുഖമുള്ള പ്ലാന്റ് ആണെങ്കിൽ അത് വേറൊരു പ്ലാന്റിന് യൂസ് ചെയ്യരുത്. അസുഖമൊന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ വേറെ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം ഇല്ല, ഇല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ എല്ലാ പ്ലാന്റിലോട്ടും പകരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫെനലോപ്സിസ് ഓർക്കിഡ് പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു സൈഡിലായിട്ട് വേണം പോട്ട് ചെയ്യാനായിട്ട്, ഒരിക്കലും സെൻറ്ററിൽ പോട്ട് ചെയ്യരുത്. അപ്പോൾ സൈഡിൽ പോട്ട് ചെയ്യുമ്പോൾ ഇതൊരു സൈഡിലോട്ടായിരിക്കും ഇങ്ങനെ വളരുന്നത്. അപ്പോൾ വളരുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുവാണെങ്കിൽ ലീഫിൽ നമ്മൾ വെള്ളം കെട്ടി നിൽക്കുവാണെങ്കിൽ ആ ഭാഗത്തുനിന്ന് പെട്ടെന്ന് വാർന്നു പോകാനായിട്ട് ഹെൽപ്പാവും. ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റിനെ പിടിച്ചിട്ട് സ്റ്റഡി ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഈ ഒരു ലെവലിൽ പോകുന്നതാണ് നല്ലത്. അപ്പോൾ വെള്ളമൊന്നും ഒട്ടും തന്നെ ഈ ഒരു ലീഫിൻ്റെ ഇടയ്ക്കായിട്ട് കെട്ടിക്കിടക്കത്തുമില്ല. ഈ ഫെനലോപ്സിസ് ഓർക്കിഡിനെ സാധാരണ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് കരിയോട് മാത്രമാണ്. തൊണ്ടിൻ്റെ പീസ് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കരുത്. തൊണ്ടിൻ്റെ പീസുകൾ ഫെനലോപ്സിസ് ഓർക്കിഡിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല, അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഈ ചെറിയ കിക്കി ഫെനലോപ്സിസിൽ തന്നെ സുമാത്ര എന്ന് പറയുന്ന സ്പീഷീസ് വെറൈറ്റിയാണ്. ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഇതൊരു റെഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. സാധാരണ ഫെനലോപ്സിസിനെക്കാട്ടിലും റേറ്റ് ഇതിന് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ കിക്കീസാണ് വാങ്ങിച്ചിട്ടുള്ളത്. വലിയ പ്ലാന്റിന് 1700 രൂപ വരെ റേറ്റ് ഉണ്ട്. അപ്പോൾ കിക്കീസ് ഇതുപോലെ നടുമ്പോൾ നമ്മളൊരു സൈഡിലായിട്ട് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. നമ്മുടെ ഓടിലൊന്നും തട്ടാത്ത രീതിയിൽ ലീഫുകൾ കുറച്ച് പൊക്കി വെക്കുക. അപ്പോൾ നല്ല രീതിയിൽ അത് വളർന്നു വരും. റൂട്ടുകളൊക്കെ കുറച്ച് പുറത്തോട്ട് തന്നെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഡെൻഡ്രോബിയം നടുന്നതുപോലെ തന്നെയാണ് ഇത് നടേണ്ടത്. ഒരു വ്യത്യാസം മാത്രം, ഒരു സൈഡിലായിട്ട് വേണം ഇത് പ്ലേസ് ചെയ്യാനായിട്ട്, അത്രയേ ഉള്ളൂ. ഇതാണ് സ്പാഗ്നം മോസ്. സാധാരണയായിട്ട് ഫെനലോപ്സിസ് ഓർക്കിഡുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് സ്പാഗ്നം മോസ് ആയിരിക്കും. കൂടുതൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതായതുകൊണ്ട് തന്നെ സ്പാഗ്നം മോസ് ആണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഹൈ റേഞ്ചിലൊക്കെ ഈ സ്പാഗ്നം മോസ് അവൈലബിൾ ആണ്. മരങ്ങളിലൊക്കെ ധാരാളമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. നമ്മൾ ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഫോറസ്റ്റിലും ഒക്കെ ധാരാളമായിട്ട് ഈ മരങ്ങളിൽ ഇതുപോലെ സ്പാഗ്നം മോസ് കാണും. നമ്മൾ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ നമ്മൾ ഓർക്കിഡ് വളർത്താൻ വളരെ ബെസ്റ്റാണ്. ഓർക്കിഡിന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള സ്പാഗ്നം മോസിൽ വളരാനായിട്ട്. ഇത് നല്ല ഹ്യൂമിഡിറ്റി തരുന്ന ഒരു ഐറ്റമാണ് ഈ സ്പാഗ്നം മോസ് എന്ന് പറയുന്നത്. ഒരു ദിവസം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 7 ദിവസത്തിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത്രയ്ക്ക് ഒരു ഈർപ്പം നിലനിർത്താനുള്ള ഒരു കഴിവ് ഈ സ്പാഗ്നം മോസിനുണ്ട്. ഈ സ്പാഗ്നം മോസ് ഇപ്പോൾ ഒരുപാട് പഴകിയിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 വർഷമായിട്ടുള്ള സ്പാഗ്നം മോസ് ആണ്. അപ്പോൾ ഇനി ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഓർക്കിഡ്സ് പോട്ട് ചെയ്യുമ്പോൾ ഈ സ്പാഗ്നം മോസ് കരി, ഓട് അല്ലെന്നുണ്ടെങ്കിൽ ക്ലേ ബോൾസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും അങ്ങനെയും നമുക്ക് പോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഫെനലോപ്സിസ് ഓർക്കിഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സ്പൈക്കുകൾ വന്നു കഴിഞ്ഞ് അതിൻ്റെ ഫ്ലവറൊക്കെ വന്ന് അത് കൊഴിഞ്ഞു കഴിയുമ്പോൾ അതൊരിക്കലും കട്ട് ചെയ്ത് കളയരുത്. അത് അങ്ങനെ തന്നെ നിർത്തുക. അതിങ്ങനെ ഗ്രീനിഷ് ആയിട്ട് ഒരു വർഷത്തോളം അങ്ങനെ തന്നെ നിന്നോളും. അങ്ങനെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് പുതിയ കിക്കീസ് വരും. അതുപോലെ ആ ഒരു സ്പൈക്കിൽ നിന്ന് തന്നെ പുതിയ ബഡുകൾ വന്നിട്ട് പുതിയ ഫ്ലവറുകളായിട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന സ്പൈക്കുകൾ നമ്മൾ കട്ട് ചെയ്യാറില്ല. ഡെൻഡ്രോബിയത്തിനാണെങ്കിൽ നമ്മൾ അത് പൂ കൊഴിയുമ്പോൾ കട്ട് ചെയ്ത് കളയും. ഫെനലോപ്സിസിനാണെങ്കിൽ അത് കട്ട് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് പുതിയ ഒരു കിക്കി വന്ന് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ധാരാളം കിക്കീസും ഫ്ലവേഴ്സും ഒക്കെ വരും. അതുപോലെ ഇപ്പോൾ ഈ കിക്കി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ റൂട്ട് വരണം. ഈ ഒരു കിക്കിക്ക് ഒരു 3 റൂട്ട് ഉണ്ടെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു സ്പൈക്കിൽ ഇപ്പോൾ തന്നെ പുതിയ ഫ്ലവർ വരാനുള്ള ചെറിയ ബഡുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്ന അത്ര നല്ലതല്ല. കാരണം ഇനി ഫ്ലവർ വന്നതിന് ശേഷം അതെല്ലാം പൊഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനെ. അതുപോലെ തന്നെ ഈ ഒരു സ്പൈക്കിന് ഫ്ലവറും കൂടി വരുമ്പോഴത്തേക്കും നല്ല വെയിറ്റ് ആയിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഇത് ജസ്റ്റ് ഈ ഹാങ്ങറിൽ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. സാധാരണ ഫെനലോപ്സിസ് ഓർക്കിഡുകളെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ഫ്ലവർ വന്ന് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഒടിയാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ പൊതുവേ നമ്മൾ ഫെനലോപ്സിസ് ഓർക്കിഡുകൾക്ക് ഇതുപോലെ സ്പൈക്കുകൾ പിടിച്ച് കെട്ടിക്കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ ഫ്ലവറൊക്കെ ആയി കഴിയുമ്പം അത് കെട്ടിക്കൊടുത്താൽ മതി. ഫെനലോപ്സിസിൽ ഇതുപോലെ മാത്രമല്ല കിക്കീസ് വരുന്നത്, ഇതിൻ്റെ ചുവട്ടിലായിട്ടും ഇതുപോലെ പൊട്ടിക്കിളിക്കും. ആ സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുവാണെങ്കിൽ ഇതിന് 2 സ്പൈക്കുണ്ട്. ഈ 2 സ്പൈക്കും കഴിഞ്ഞ വർഷം വന്ന സ്പൈക്കുകളാണ്. ഇതിൽ ഒരെണ്ണം ഉണങ്ങിപ്പോയിട്ടുണ്ട്, ഒരെണ്ണം കുറച്ച് ഭാഗം ഒന്ന് ഉണങ്ങിയിട്ട് ബാക്കി നല്ല ഗ്രീനിഷ് ആയിട്ട് തന്നെ നിൽക്കുവാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ ബഡ്സിനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ഫ്ലവർ കണ്ടോ, ഇപ്പോഴും അത് ഉണങ്ങിയെങ്കിലും അത് അങ്ങനെ തന്നെ കിടക്കുവാണ്. അപ്പോൾ അത്ര ഒരു ലാസ്റ്റിംഗ് ഉള്ള ഫ്ലവറാണ് ഫെനലോപ്സിസ് ഓർക്കിഡിൻ്റെത്. ഇനി നമുക്ക് ഈ ഒരു ഉണങ്ങിയ ഒരു സ്റ്റെമ്മ് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഉണങ്ങിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഈ ഒരു ഗ്രീൻ സ്റ്റെമ്മിന് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് പുതിയ ഫ്ലവറുകളും പുതിയ കിക്കീസൊക്കെ വരും. ഉണങ്ങിയ ആ ഒരു എൻഡ് ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഗ്രീൻ ഭാഗത്ത് കട്ട് ചെയ്യുകയേ ചെയ്യരുത്, ആ ഉണങ്ങിയതിന് തൊട്ട് മുകളിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഫെനലോപ്സിസിൻ്റെ വാട്ടറിങ് എന്ന് പറയുന്നത് സ്പ്രേയിങ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അത് സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 ദിവസമൊക്കെ കൂടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓസിൽ വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ റോഡിൽ മാത്രം സ്പ്രേ ചെയ്യുക, ലീഫിലൊന്നും ഒട്ടും വന്ന് വെള്ളം വീഴരുത്. ഞാൻ സാധാരണയായിട്ട് ഓസിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 2-3 ദിവസം കൂടുമ്പോൾ മാത്രം ചെയ്യും. ഈ പോട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ ഈ കൂമ്പ് ഭാഗങ്ങളിലൊന്നും വെള്ളം കെട്ടി നിൽക്കാനായിട്ട് അനുവദിക്കത്തില്ല. അപ്പോൾ ഈ വേര് മാത്രം കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് നനഞ്ഞും കിട്ടും. അഥവാ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ലീഫിലോ അല്ലെങ്കിൽ കൂമ്പ് ഭാഗത്തോ വെള്ളം കെട്ടി നിൽക്കുവാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് നൊപ്പി കൊടുത്താൽ മതി. ഏർലി മോർണിംഗിൽ നമ്മൾ വാട്ടർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വെള്ളമൊക്കെ ഉച്ച സമയത്ത് ആ ഒരു ചൂടിൽ നന്നായിട്ട് വേപ്പറൈസ് ആയി പോയിക്കോളും. പിന്നെ ഫെർട്ടിലൈസറുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ബഡിലും അതുപോലെ സ്പൈക്കിലും ഒന്നും വീഴാത്ത രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതറിയാത്തവർക്ക് അത് വാച്ച് ചെയ്തിട്ട് ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഫെനലോപ്സിസ് ഗ്രോവേഴ്സിനുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ഫെനലോപ്സിസ് ഓർക്കിഡ് കെയർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.